എന്ത് ഇത്രയും വലിയൊരു ചതിയോ? എത്രമാത്രം വലിയൊരു വിശ്വാസ വഞ്ചനയാണിത്? ഭടന്മാരെ, എത്രയും വേഗം ദംദമിനെ തുറങ്കിലടയ്ക്കൂ. ഞാൻ എന്റെ സൈന്യത്തെയും കൂട്ടി തീർച്ചയായും മടങ്ങി വരുന്നതാണ്. നിങ്ങൾക്കിനി ആർക്കും രക്ഷയില്ല. മഹാരാജാവേ, അവനെ വിട്ടേക്ക്. അവൻ തിരിച്ച് ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് നമുക്ക് അവിടെ പോയി അവനെ ആക്രമിക്കാം. കറുത്ത ചെലന്തികൾക്ക് മിന്നാമിനികളുടെ വെളിച്ചത്തെ പേടിയാണ്. എല്ലാവരും ഒരുമിച്ച് അവരെ ആക്രമിക്കണം. നമ്മുടെ ആയുധങ്ങളെല്ലാം തിളങ്ങുന്നതായിരിക്കണം. യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ. ഇന്ന് ആ രാജ്യത്തുള്ള എല്ലാവരെയും ഓരോന്നോരോന്നായി തീർക്കണം. ഇവിടെയുള്ള ഒരാള് പോലും രക്ഷപ്പെടാൻ പാടില്ല. ഇരകൾ ഇന്ന് വരെ രക്ഷപ്പെട്ടതായി ചരിത്രമില്ല. വീറിനെ ഞാൻ വെറുതെ വിടില്ല. ഇന്നൊന്നെങ്കിൽ നീ, അല്ലെങ്കിൽ ഞാൻ. സത്യം എപ്പോഴും ജയിക്കുക തന്നെ ചെയ്യും. തെറ്റ് ചെയ്യുന്നവർ തോൽക്കും. എന്ത് തന്നെ ചെയ്താലും ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇവനെ ഞാനിപ്പോ ശരിയാക്കാം. വീർ വീർ, ആ കറുത്ത ചരന്തയെ കൊല്ലാൻ നമ്മൾ എപ്പോഴാ പോകുന്നേ? വീർ, വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷിച്ചു. മഹാരാജാവേ, ഞങ്ങൾക്കിപ്പോ തിരികെ പോവാൻ അനുമതി നൽകിയാലും. ജിൻഡു, വരൂ, നമുക്കെല്ലാം തിരിച്ചു പോകാം. ആദ്യം ആ ബ്ലാക്ക് സ്പൈഡറിനെ നമുക്ക് പിടിക്കണ്ടേ? നീ എന്താടാ മണ്ട ഈ ചെയ്യുന്നത്? സോറി ബോസ്, സോറി. ബോസ്, ഇയാൾ ഒരിക്കലും ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യില്ല. He is useless, boss. He is useless. അവള് പറയുന്നത് ശരിയാണ് ബോസ്, പക്ഷെ ഞാനൊരു നിഷ്കളങ്കനാണ്, ലോയലാണ് ബോസ്. അതിലെനിക്കൊരു സംശയവുമില്ല. നീ ഒരു നിഷ്കളങ്കൻ തന്നെയാണടാ. ടെമ്പാക്ടോ, നീ അങ്ങോട്ട് നോക്കട. ഇവനാണ് എന്റെ പുതിയ ആയുധം. ഇവൻ വീറിനെ എന്നേക്കുമായി ഇല്ലാതെയാക്കും. ഇവന്റെ പേരാണ് മിസ്റ്റർ കണാരൻ. ബോസേ, എന്തിനാ വെറുതെ ഇങ്ങനെ തമാശ പറയുന്നത്? ഇവനാണോ വീറിന്റെ കഥ കഴിക്കാൻ പോകുന്നത്? How dare you? ബോസേ, ബോസേ, രക്ഷിക്കൂ. സോറി, സോറി, ഒരു അബദ്ധം പറ്റിയതാ. ഇയാളാള് ചില്ലറക്കാരനല്ലല്ലോ ബോസേ. ഇനി ഒരിക്കലും നീ മിസ്റ്റർ കണാരനെ ചൊറിയാൻ പാടില്ല. മിസ്റ്റർ കണാരൻ, നിങ്ങൾ ആ ടിംബക്ടുവിന്റെ കൂടെ പോയിക്കോളൂ. എന്നിട്ട് ആ വീറിനെ എന്നേക്കുമായി ഇല്ലാതെയാക്ക. ഓക്കേ സാർ. നിന്റെ ഈ കാറുണ്ട് ഒരുപാട് ഉപയോഗമുണ്ടല്ലോ. അതെ എംലി, അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇത് ഉണ്ടാക്കിയത്. ഇല്ലേ, നിനക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഈ കാർ എടുത്തോണ്ട് ഗ്രാമത്തിലൊക്കെ പോകാൻ പറ്റും. ഇല്ല ചുൾബുൾ, ഈ കാറ് കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല. ഞാനൊരു റോബോട്ട് അല്ലേ, എനിക്കിത് എളുപ്പം ഓടിക്കാൻ കഴിയും. വേറെ ഏതെങ്കിലും കുട്ടികൾ ഇതുപോലെ കാർ എടുത്ത് റെയിൽവേ ട്രാക്കിലേക്ക് വന്ന ആക്സിഡന്റ് ഉണ്ടാവും. ട്രെയിൻ പെട്ടെന്ന് എപ്പോഴാ വരാന്ന് പറയാൻ പറ്റില്ല.
ട്രെയിൻ എപ്പോഴാ വരുന്നെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ട്രെയിൻ പെട്ടെന്ന് വരുവാണെങ്കിൽ എനിക്ക് ഈ കാറിനെ പറപ്പിക്കാൻ കഴിയും. അതാരാ? ദേ ആ കാർ ഓടിച്ചോണ്ട് വരുന്നില്ലേ, അവനാണ് വീർ. അവന്റെ കൂടെ ഉള്ളത് അവന്റെ കൂട്ടുകാരാ. എല്ലാത്തിനും അങ്ങ് തീർത്ത് കളഞ്ഞേര്. അങ്ങോട്ട് നോക്ക്, അവിടെ ടിംബക്ടു നിൽക്കുന്നുണ്ട്. തീർച്ചയായും അയാൾ ആരെങ്കിലും കൊണ്ടുവന്നതാവും. ഓക്കെ കൂട്ടുകാരെ, റെഡി ഫോർ ടേക്ക് ഓഫ്. നമ്മളിപ്പോ പറക്കാൻ പോവാണ്. ഇത് മറ്റു കുട്ടികൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തുമാത്രം ക്യാരറ്റാ നോക്ക്. ഇത്രയധികം ക്യാരറ്റ് ഇത് എവിടുന്നാ വന്നത്? ഞാൻ എന്റെ വീട്ടിലേക്ക് ക്യാരറ്റ് വാങ്ങിക്കൊണ്ട് പോവായിരുന്നു. പോകുന്ന വഴി എന്റെ കാലൊന്ന് തെന്നിയതാ. അങ്ങനെ ആ ക്യാരറ്റ് താഴെ വീണ. എന്റെ ക്യാരറ്റ് എങ്ങാനും എടുത്ത് തിന്നാനുണ്ടല്ലോ. ക്യാരറ്റ് മുന്നിൽ കിടന്നിട്ട് ഞാൻ കഴിക്കരുതെന്നോ? അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ചുൾബുൾ ബണ്ടിയുടെ ക്യാരറ്റ് നീ തിന്നരുത്. ഞാൻ നിനക്ക് വേറെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു തരാം. അവൻ കഴിച്ചോട്ടെന്നേ. ഇതിപ്പോ നിലത്ത് വീണു പോയല്ലോ. എനിക്ക് അതുകൊണ്ട് ഇനി ഇതിന്റെ ആവശ്യമില്ല. ബണ്ടി സ്കൂൾ ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നേ. നമ്മളെ തൊട്ട് പിന്നാലെ അവൻ സ്കൂളിലേക്ക് വരുമായിരുന്നു. അവൻ മാർക്കറ്റിൽ നിന്നല്ല വന്നത്. അപ്പോ അവന്റെ കയ്യിൽ എങ്ങനെ ക്യാരറ്റ് വരുക? അവനെന്ത് ഒളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. സ്കൂളിലേക്ക് പോവാം, അപ്പ അറിയാലോ. ഫെദർ 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 ഓഫ് ഓൾ വെദർ. വേഗം ഒരു സ്പോർട്സ് സൈക്കിൾ ഉണ്ടാവട്ടെ. ഇന്നേ വരെ ആരും കാണാത്ത തരത്തിലുള്ളത്. വീർ, വേഗം വന്ന് എന്റെ സൈക്കിളിന്റെ കൂടെ നീ ഒരു റേസ് നടത്ത്. അതിന് എന്റെ കയ്യില് സൈക്കിൾ ഇല്ലല്ലോ. പക്ഷെ ഒരു കഴുതയുണ്ടല്ലോ. എന്താ മോളെ, ഇത്തിരി പോന്ന ഉണ്ടപ്പക്രു ഇമിലി, നീ റേസ് വെക്കുന്നോ? വീറിന് അല്ലെങ്കിലും ധൈര്യം ഇല്ലല്ലോ. ഇവന്റെ കയ്യിൽ ഇത്ര അടിപൊളി സൈക്കിൾ എവിടുന്നാ വന്നത്? വീട്ടിൽ നിന്ന് നടന്നാണല്ലോ വന്നത്. എന്ത് ഷോ ഓഫ് ഇവൻ കാണിക്കുന്നേ. ചെലപ്പോ ചെഡാങ്കള് വാങ്ങിക്കൊടുത്തതായിരിക്കും. ഫെദർ 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 ഓഫ് ഓൾ വെദർ. മിസ്റ്റർ കക്കടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവട്ടെ. എന്നിട്ട് വീറിനെ നല്ലൊരു പാഠം പഠിപ്പിക്ക്. ഇത് കേൾക്ക്. വീർ, നിനക്ക് ഇത്ര ധൈര്യമോ? ബണ്ടിയെ പോലെ വളരെ ബുദ്ധിമാനും സമർത്ഥനും ഇന്റലിജന്റുമായ ഒരു കുട്ടിയെ നീ ബുദ്ധിമുട്ടിച്ചോ? വേഗം ചെവിക്ക് പിടിക്ക്. സർ, ഇവൻ ചേർന്നോട് കള്ളം പറയുന്നയാ. നീയും ചെവിക്ക് പിടിക്ക്. വീരനെ പോലെ ഉഴപ്പനും മരമണ്ടനും വികൃതിയുമായ ഒരു കുട്ടിക്ക് സൈഡ് പറയുന്നോ? സർ, പക്ഷെ ഞാനൊന്നും ചെയ്തില്ല. സ്ലൈഡിംഗ് വീൽ ഓൺ. സ്ലൈഡിംഗ് വീൽ ഓൺ. Wingsuit on. എനിക്ക് അറിയായിരുന്നു നീ വരുമെന്ന്. ഞാൻ ഒട്ടും പേടിച്ചിട്ടില്ല വീർ. രക്ഷിക്കണേ. നീ ആ സൈഡിൽ എവിടെങ്കിലും പോയി നിൽക്കേ. ഒരിക്കലും ഇങ്ങോട്ട്
വെൽക്കം വീർ, വെൽക്കം. ഇങ്ങോട്ടുള്ള യാത്രയിൽ നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് നിന്നെ പിടിക്കുവാൻ സാധിക്കും. പക്ഷെ ഞാൻ ഇപ്പോൾ നിന്നെ പിടിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു പൊട്ടിപ്പൊളിഞ്ഞ കാറ് പോലെ നിന്നെ ഞാൻ ക്രഷ് ചെയ്യാൻ പോവുക. അതിനുശേഷം നീ വെറും ഇരുമ്പ് കഷ്ണങ്ങളായി മാറും. നീ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിന്നെ ഞാൻ എന്നേക്കുമായി നശിപ്പിക്കുവാൻ പോവുകയാണ്. രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ വീർ.